നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും റേഷൻ കാർഡ് ഉടമകളും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില പ്രധാന അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി നോക്കുന്നത്. ഓണം അടുത്തെത്തുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം എവിടെ വരെ എത്തി? ഓണത്തിന് മുൻപ് ഒന്നിലധികം മാസത്തെ പെൻഷൻ ലഭിക്കുമോ? സെപ്റ്റംബർ മാസത്തെ പെൻഷൻ മുൻകൂട്ടി അനുവദിക്കുമെന്ന റിപ്പോർട്ടുകളിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്? കേന്ദ്ര സർക്കാർ നടത്തുന്ന NSAP വിഹിതം ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്? സർക്കാർ ജീവനക്കാർക്ക് DA വർധനവ് ഉണ്ടാവുമോ? ഓണക്കിറ്റ് വിതരണം എപ്പോൾ തുടങ്ങും? സപ്ലൈകോ ഓണച്ചന്തകൾ എപ്പോൾ പ്രവർത്തനം ആരംഭിക്കും? ഈ എല്ലാ വിഷയങ്ങളും ഓരോന്നായി വ്യക്തമായി പരിശോധിക്കാം. ഈ വീഡിയോയിലെ വിവരങ്ങൾ ഔദ്യോഗിക സർക്കാർ അറിയിപ്പുകൾ, ലഭ്യമായ റിപ്പോർട്ടുകൾ, വിവിധ വകുപ്പുകളിൽ നിന്നുള്ള വിവരങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം എല്ലാവരും കാത്തിരുന്ന വിഷയത്തിലേക്ക് വരാം. ജൂലൈ മാസത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. സർക്കാർ അനുവദിച്ച തുക വിവിധ ബാങ്കുകളിലേക്കും സഹകരണ ബാങ്കുകളിലേക്കും ട്രഷറി സംവിധാനങ്ങളിലൂടെയും ഘട്ടം ഘട്ടമായി കൈമാറുന്ന നടപടികളാണ് നടക്കുന്നത്. സാധാരണയായി എല്ലാ ഗുണഭോക്താക്കളും ഒരേ ദിവസം തുക ലഭിക്കില്ല. ചിലർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നേരിട്ട് പണം ക്രെഡിറ്റ് ചെയ്യും. ചിലർക്ക് സഹകരണ ബാങ്ക് മുഖേന നേരിട്ട് വീടുകളിലേക്ക് എത്തിക്കും. മറ്റു ചിലർക്ക് ഏജൻസി വഴിയോ വീട്ടിലെത്തി വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും പണം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തിന് ഇന്ന് പണം ലഭിച്ചതുകൊണ്ട് അതേ ദിവസം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. ബാങ്കുകളുടെ പ്രോസസ്സിംഗ് സമയം, IFSC അടിസ്ഥാനമാക്കിയുള്ള ഇടപാടുകൾ, ബാങ്കിന്റെ ആഭ്യന്തര നടപടിക്രമങ്ങൾ എന്നിവ അനുസരിച്ച് ഒരു ദിവസം മുതൽ കുറച്ച് ദിവസങ്ങൾ വരെ വ്യത്യാസമുണ്ടാവാം. അതുകൊണ്ട് തുക ലഭിച്ചില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ബാങ്ക് അക്കൗണ്ട് പതിവായി പരിശോധിക്കുക. മൊബൈലിൽ SMS സൗകര്യം സജീവമാണെങ്കിൽ സന്ദേശം ലഭിക്കുന്നതും ശ്രദ്ധിക്കുക. പലരും ഒരു കാര്യം മറന്നു പോകാറുണ്ട്. ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനരഹിതമായാൽ സർക്കാർ അയച്ച തുക തിരികെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആധാർ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ചില പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് കാലതാമസം നേരിടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാങ്കിൽ പോയി ഈ പറയുന്ന കാര്യങ്ങൾ ഉറപ്പാക്കുന്നത് നല്ലതാണ്. അക്കൗണ്ട് സജീവമാണോ? ആധാർ ശരിയായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ? മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ബാങ്ക് KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നീട് അനാവശ്യ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കഴിയും. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലേക്ക് വരാം. ഓണം അടുത്തെത്തുന്ന സാഹചര്യത്തിൽ സർക്കാർ ഒന്നിലധികം മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുമോ എന്നതാണ് എല്ലാവരുടെയും സംശയം. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈയും ഓഗസ്റ്റും ഉൾപ്പെടെയുള്ള പെൻഷനോടൊപ്പം സെപ്റ്റംബർ മാസത്തെ പെൻഷന് മുൻകൂട്ടി അനുവദിക്കുമെന്ന കാര്യം സർക്കാർ തലത്തിൽ പരിശോധിക്കുന്നുവെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് യാഥാർത്ഥ്യമായ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ഓണത്തിന് മുൻപ് വലിയ സാമ്പത്തിക ആശ്വാസം ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് സംബന്ധിച്ച് സർക്കാർ ഇതുവരെ ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ NSAP കേന്ദ്ര വിഹിതം, ഇപ്പോൾ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയായ NSAP സംബന്ധിച്ച വിവരങ്ങൾ നോക്കാം. കേരളത്തിൽ ചില ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം വേറിട്ട രീതിയിലാണ് ലഭിക്കുന്നത്. ഈ തുക ഘട്ടം ഘട്ടമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ്. മുൻപ് വിവിധ സാങ്കേതിക കാരണങ്ങളാൽ ലഭിക്കാതെ പോയ തുകയും ചിലർക്ക് ഇപ്പോൾ ലഭിക്കുന്നതായ റിപ്പോർട്ടുകൾ ഉണ്ട്. നിങ്ങൾ NSAP ഗുണഭോക്താവാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക. ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തുന്നത് എന്ന് ഉറപ്പാക്കുക. പ്രോസസ്സിംഗ് സമയത്തെ ആശ്രയിച്ച് ചെറിയ കാലതാമസം ഉണ്ടാകുന്നത് സാധാരണമാണ്. ഇപ്പോൾ സർക്കാർ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയത്തിലേക്ക് വരാം. ഓണം അടുത്തെത്തുമ്പോൾ എല്ലാ വർഷവും ഉയരുന്ന പ്രധാന ചർച്ചയാണ് DA വർധന. നിലവിൽ ഇത് 2% വരെ DA വർദ്ധിപ്പിക്കാനുള്ള സാധ്യത സർക്കാർ പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് നടപ്പിലായാൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സാമ്പത്തിക ആശ്വാസമാകും. എന്നാൽ ഇതും
ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനമായി മാറിയിട്ടില്ല. ധനവകുപ്പിന്റെയും മന്ത്രിസഭയുടെയും അന്തിമ തീരുമാനത്തിന് ശേഷം മാത്രമേ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുകയുള്ളൂ. അതിനാൽ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് വരെ ഇത് ആയാണ് കാണേണ്ടത്. ഓണക്കാലത്ത് സാധനങ്ങളുടെ വില ഉയരുന്നത് നിയന്ത്രിക്കാൻ സർക്കാർ എല്ലാ വർഷവും സപ്ലൈകോ ഓണച്ചന്തകൾ ആരംഭിക്കാറുണ്ട്. ഈ വർഷവും അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായാണ് ലഭ്യമായ വിവരം. സബ്സിഡി നിരക്കിൽ അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, ഉഴുന്ന്, കടല, പയർ വർഗ്ഗങ്ങൾ, മുളക്, മല്ലി, അതുപോലെ മഞ്ഞൾപ്പൊടി തുടങ്ങിയ നിരവധി അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. വിപണിയിലേക്കാൾ കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ ലഭിക്കുന്നതിനാൽ സാധാരണ കുടുംബങ്ങൾക്ക് ഇത് വലിയ സഹായമാകും. ഓണച്ചന്തയുടെ ഉദ്ഘാടനം, വിതരണ തീയതികൾ, കേന്ദ്രങ്ങളുടെ പട്ടിക എന്നിവ ഔദ്യോഗികമായി പിന്നീട് അറിയിക്കും. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് സൗജന്യ ഓണക്കിറ്റിനായിരിക്കും. മുൻഗണന റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാനുള്ള നടപടികളും പുരോഗമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കിറ്റിൽ ഉൾപ്പെടുന്ന സാധനങ്ങൾ, വിതരണം ആരംഭിക്കുന്ന തീയതി, ഏത് റേഷൻ കാർഡിലേക്ക് ലഭിക്കും തുടങ്ങിയ വിവരങ്ങൾ ഔദ്യോഗികമായി പിന്നീട് അറിയിക്കും. അറിയിപ്പ് വന്നാൽ റേഷൻ കടയിൽ പോകുന്നതിന് മുൻപ് ആവശ്യമായ രേഖകളും സമയക്രമവും പരിശോധിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.